രാവിലെ തന്നെ ലിയോ ദാ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുകയാണ് കേട്ടോ. ലേലു അല്ലു ലേലു അല്ലു എന്ന് നന്നായിട്ട് പറയുന്നുണ്ട്. ടോട്ടോ ആണെങ്കിൽ ഒന്നും ചോദിക്കാനും പറയാനും നിന്നിട്ടില്ല, നേരെ കൂട്ടുകയറി വാതിലടിച്ച് കിടക്കുകയാണ്. രണ്ടാളും ഒത്തൊരുമ ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ്. രണ്ടാളും കൂടി ചെയ്യുന്ന വിക്രസുകള് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റണില്ല. ഇന്നത്തെ വിക്രസത ഇതാണ് കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെ പേപ്പർ ചന്നം പിന്നാക്കി വെച്ചിട്ടുണ്ട്. സുജിന്റെ അടുത്ത് കുറച്ച് ചീത്ത കേട്ടിട്ടുണ്ട്. അതിന്റെ പേടിയിൽ രണ്ടാളും ഭയങ്കര നല്ല കുട്ടികളായിട്ടുണ്ട്. എന്തായാലും അവരെ കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾ മക്കളെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞങ്ങളൊക്കെ പോണ ഗ്യാപ്പിൽ ചേച്ചി ഇത് അവിടെ മൊത്തം വൃത്തിയാക്കുന്നുണ്ട്. ഇതിപ്പോ എന്നും ചെയ്യുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് വരുന്നുണ്ട്. മക്കളെ ഡ്രോപ്പ് ആക്കാൻ വേണ്ടി ഞാനൊരു പ്രഹസനം പോലെ പോവാണ്. ഒരു കാര്യമില്ല, വെറുതെ. അങ്ങനെ രണ്ടാളെ അവിടെ വിട്ട് ഞങ്ങൾ ഇതാ നേരെ വീട്ടിലേക്ക് വന്നു. ദുരന്തർ 2 നല്ലൊരു നീണ്ട സിനിമ ആയതുകൊണ്ട് തന്നെ സുജിക്ക് ഇന്നലെ രാത്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ കുറച്ചേരം അതൊക്കെ കണ്ടു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എന്നിട്ടും കംപ്ലീറ്റ് ആയില്ല കേട്ടോ. പിന്നെ ഇന്ന് മുതൽ ഞാൻ സൂംബൊക്കെ പോയി തുടങ്ങാന്ന് വിചാരിച്ചു. ഇപ്പൊ കുറെ കാലമായിട്ട് തിന്നല് മാത്രമേ നടക്കണുള്ളൂ, വർക്കൗട്ട് ഒന്നും നടക്കണില്ല. അപ്പൊ ചെറിയൊരു അനക്കം എന്നുള്ള രീതിയിൽ ഒന്ന് സൂംബ സ്റ്റാർട്ട് ചെയ്തു. സുജിയുടെ ഡ്രോപ്പ് ആക്കി തന്നു. ഒരു 1 അവറിന് ശേഷം ചന്തു എന്നെ പിക്ക് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഡാൻസ് 2 തുള്ളല്. അത് കഴിഞ്ഞ ഉടനെ തന്നെ മക്കളെ പിക്ക് ചെയ്യാനാവാനായിണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴേ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി തിരിച്ചു വരുമ്പോ 8ന്റെ പണിയാണെന്നുള്ളത്. പിന്നെ കുറച്ചു നേരം താത്താനായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തു. അവിടെ പോസ്റ്റ് ആവണ ഒരു 10 മിനിറ്റ് പോലും നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ. അങ്ങനെ മക്കളൊക്കെ പിക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൊടും ബ്ലോക്കിൽ ഒക്കെ പെട്ട് നല്ല ആങ്ങി ഓങ്ങിയാണ് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. അതിന് ചെറിയൊരു ആഗ്രഹം, ഫുഡ് ഒറ്റക്ക് കഴിക്കേണ്ടത് ഈസി ആവാനായിട്ട് ഞാൻ ഇങ്ങനെ ഉരുട്ടിയിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കണം. അതിന് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല, വേഗം അങ്ങോട്ട് ചെയ്തു കൊടുത്തു. കാരണം വേറൊന്നുമല്ല, പണ്ട് എനിക്കും ഉണ്ടായിരുന്ന ഇമ്മാതിരി കുറെ വട്ടുകള്, അതൊക്കെ എന്റെ ഉമ്മ മുന്നും പിന്നും നോക്കാണ്ട് ചെയ്ത് തന്നിട്ടും ഉണ്ട്. ഈവനിങ് ആയപ്പോ ആസ് യൂഷ്വൽ ഞങ്ങളൊരു വീഡിയോ കോൾ ആണ് കേട്ടോ. ഇന്ന് താത്താക്കും ഉമ്മാക്കും പുറമെ ഹണി ഉണ്ട്. ഉമ്മ ഒഴിച്ച് ഞങ്ങൾ എല്ലാവരും ഓരോരോ പണിയിലായിരുന്നു. ഞാൻ ക്ലീനിങ്ങിലായിരുന്നു. ഹണി അവിടെ മത്തി വെട്ടാണ്. താത്താക്കും ഉണ്ട് കിച്ചണിൽ എന്തൊക്കെയോ പണി. ഹണി ആദ്യമായിട്ട് മത്തി വെട്ടണേന്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഇതുമ്മ ആണെങ്കിൽ ആ ചക്രം പൊരിക്കണേന്റെ എക്സൈറ്റ്മെന്റിലാണ്. അതൊക്കെ കണ്ടപ്പോ എനിക്കൊരു നൊസ്റ്റു അങ്ങോട്ട് വന്നു. നൊസ്റ്റു വന്നപ്പോ പിന്നെ ഒരു കൊതിയും കൂടെ അങ്ങോട്ട് വന്നു. താത്ത ആണെങ്കിൽ അത് പൊരിക്കണതൊക്കെ നല്ല വീഡിയോയിൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പൊരിച്ചു വെച്ചത് വേറെ. അതിന്റെ ഇടയിലാണ് റെഡ് അലേർട്ട് ആണ്, നാളെ അവധിയാണ് എന്നുള്ളത് കളക്ടർ അങ്ങോട്ട് പ്രഖ്യാപിച്ചത്. മക്കൾക്ക് അങ്ങോട്ട് സന്തോഷം മൂത്തിട്ട് ഞങ്ങൾ ഒരു മൂവി കാണാൻ വേണ്ടി ഒരുങ്ങാണ്. അമ്മ ഞങ്ങൾക്ക് പോപ്കോൺ വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോൺ എടുത്തിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. കാരമൽ പോപ്കോൺ, ലേസ് ഒക്കെ വാങ്ങിയിട്ട് അതിന്റെ കൂടെ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഞാനിതിന് ചക്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഇൻസ്റ്റാമാർട്ടിൽ ഇതാ ഫ്രൈംസ് എന്നൊക്കെയാണ് കേട്ടോ പേര്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊരു കൂളി അങ്ങോട്ട് പാസ്സാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് സുജി വന്നത്. സുജി വന്നപ്പോ തൊട്ട് ഫോണിൽ സംസാരിച്ച് അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണം. ഇനി കുറച്ചൊരു അടുക്കളയിൽ നിന്ന് സംസാരിക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് 2 കോള് ചെയ്തപ്പോ എണ്ണയൊക്കെ ചൂടായി. ഇതാ ആദ്യത്തെ സെറ്റ് വറുത്ത് കോരി, രണ്ടാമത്തെ സെറ്റ് ഇതാ വറുത്ത് കോരാൻ വേണ്ടി റെഡി ആവണം. ഞാനും മക്കളും തിന്നാനും റെഡിയായി. അങ്ങനെ അതിലേക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് ഞങ്ങൾ ഇതാ ബാക്കി ദുരന്തർ കാണാൻ വേണ്ടി ലിവിംഗ് റൂമേ അങ്ങോട്ട് അണിനിരന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരി, ബൈ.